ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുഴിപ്പണിയാരം ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വരൂ, നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. പണിയാരത്തിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഉള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഇഡ്ഡലിയുടെ മാവ് 4 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് ചെറുതായി വഴറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഉള്ളി ഒന്ന് വാടിയാൽ മതി. ഇതേ സമയത്ത് തന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചൂടാകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തണുക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഏകദേശം ഒരു 5 ഗ്ലാസ് ഇഡ്ഡലി മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഓരോ കുഴിയിലേക്കും ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഈ കുഴികളിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഫുൾ കുഴി നിറയത്തക്ക വിധത്തിൽ ഇഡ്ഡലി മാവ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്ത് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലും നമുക്ക് മറിച്ചിടാനും സൗകര്യമാകും. ഒരു 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് കാത്തിരിക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. അടിഭാഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം വേവുന്നതിന് വേണ്ടിയിട്ട് മറിച്ചിട്ട് വെക്കാം. ഈ ഭാഗം വേവുന്നതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് എടുക്കാം. അങ്ങനെ കുഴിപ്പണിയാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇഡ്ഡലി മാവോ ദോശമാവോ ഒക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു.